സാബുമാൻ ലിവിങ് റൂമിന് റൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെവിൻ ബെഡ്റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്, സാബുമാൻ. അപ്പോൾ ചിരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ സാബുമാൻ പറഞ്ഞു, നിന്നെപ്പോലെ ഭൂലോക ഒരു നുണയനെന്നോ കൊതിയനെന്നോ എന്തോ ഒന്ന് വിളിച്ചു. അന്നേരം ആണോ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നെ ഒന്ന് പൊട്ടിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോടാ? ചില സത്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറയുമ്പോഴത്തേന് സാബുമാൻ പറഞ്ഞത്, നീ വിടെന്ന് പറഞ്ഞിട്ട് സാബുമാനെ ഇങ്ങനെ കഴുത്തിൽ കൂടി ഇങ്ങനെ കൈയിടുമ്പോൾ സാബുമാന് ഭയങ്കര ദേഷ്യം. അന്ന് പറഞ്ഞ്, ആണോ, സത്യമാണോ, നിനക്ക് ഭയങ്കര ദേഷ്യടാ എന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്നെ ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്നുണ്ടോ? സാബുമാൻ പറയാണ്, പുറത്തിറങ്ങട്ടെ, നിന്നെ എന്തെങ്കിലും ഞാൻ ചെയ്യും. ചിരിക്കുന്നുണ്ട് സാബുമാന. നീ ഇവിടെ അങ്ങ് ചെയ്താൽ മതി, ഇവിടെ നീ എനിക്കിട്ടൊരെണ്ണം അങ്ങ് താടാ, എന്ന് പൊട്ടിക്കടാ നീ, നിൻ്റെ ദേഷ്യം ഒന്ന് കുറയട്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് പറയാണ്, നീ എന്ന് പൊട്ടിച്ചിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവുമല്ലോ, സാമാൻ ഇറങ്ങി പോകേണ്ടി വരുമല്ലോ. ഒരടി കൊടുത്തു കഴിഞ്ഞാൽ, നെവിനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സാമാൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള പരിപാടിയാണെന്ന് നെവിനങ്ങ് പറഞ്ഞു. സാമാൻ റൗണ്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി. അപ്പോഴത്തേനും നെവിന് ഭയങ്കരമായിട്ട് പേടിയായി. എന്നിട്ട് ഇങ്ങനെ ബായ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോയ്ലറ്റിൻ്റെ വാതിൽ നിന്നെയായിരുന്നു. പക്ഷേ എന്നിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ അക്ബറിൻ്റെ ആ സോഫയിൽ കയറി ഇരുന്നിട്ട് പറയാം, എനിക്ക് പേടിയാവുന്നടാ, അവൻ സ്പീഡ് കൂട്ടി, അടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അക്ബർ പറയണേ, നീ ചുമ്മാ തമാശ കളിക്കല്ലേ, അവൻ സീരിയസ് ആട്ടോ, നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. അവൻ അപ്പുറത്ത് പോയി ഡിപ്ലോമസി കളിക്കുന്നതെന്ന് എനിക്കിന്ന് തോന്നിയിട്ടുണ്ടെന്ന് അക്ബർ നെവിനോട് പറഞ്ഞു. തീർച്ചയായിട്ടും അവൻ അങ്ങനെ ചെയ്യും, എനിക്കറിയാം. അവനിനി അവൻ്റെ മര്യാദയ്ക്ക് ഇരിക്കടാന്നൊക്കെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് നെവിനോട്. ഇമേജിന് കോട്ടം തട്ടിയതാണോ ഇവൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അക്ബറിനോട്. നിന്നെ കാണുമ്പോഴെനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് സാവുമാൻ പറയുന്നുണ്ട് നെവിനോട്. പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ ചൊറിഞ്ഞൊന്നും വരുന്നില്ലടാ, നിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് താലോലിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സാവുമാൻ ചിരിക്കുന്നു. ഒരെണ്ണം എൻ്റെ മുഖത്തിട്ട് പൊട്ടിക്കടാ, താടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരടി കിട്ടിക്കഴിയുമ്പം ഇവൻ ഇവിടെ നിന്ന് പുറത്താവുമല്ലോ, എൻ്റെ ഫൈനൽ 5ൻ്റെ സ്വപ്നം പൂവണിയുമെന്നൊക്കെ നെവിൻ. എന്നെക്കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ, നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം കേട്ടോ, ബായ് എന്ന് നെവിൻ പറയുന്നുണ്ട്.